സദ്ഗുരുവേ ശരണം. എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് പൊതുവെ നമ്മൾ ആധ്യാത്മിക അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് അത്ഭുതങ്ങളും അതിശയോക്തികളും ഒക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. അപ്പോൾ ശ്രീ പറയുണ്ടായി അങ്ങനെയുള്ള അത്ഭുതങ്ങളും അതിശയങ്ങളും ഒന്നും പറയണ്ട, അതിലൊന്നും വലിയ കാര്യമില്ലാന്ന്. പക്ഷെ നമ്മൾ കാലങ്ങളായിട്ട് നമ്മൾ അനുഭവങ്ങളായിട്ടും ഒക്കെ കേട്ടു വന്നിരിക്കുന്നത് ഈ തരത്തിലുള്ള അനുഭവങ്ങളാണ്. യഥാർത്ഥത്തിൽ അത്ഭുതകരമായ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ആത്മീയതയിൽ കേട്ടു വന്നിരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് അത് പാടില്ല, അതിലൊന്നും ഒരു പ്രയോജനം ഇല്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാവും എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്, ഇപ്പൊ പാസ്റ്റ് ഗ്ലോറി നമ്മളിങ്ങനെ പറയാൻ പാടില്ല എന്ന് ശ്രീ പറയണ്ടേ. അതായത് ഇപ്പൊ നമ്മൾ ഗുരുവിന്റെ തന്നെയാണെങ്കിലും അനുഭവങ്ങളും പഴയ ചരിത്രങ്ങളൊക്കെ നമ്മൾ വളരെ ഇമോഷണൽ ആയിട്ട് സംസാരിക്കുകയും ഒരു ഭക്തിഭാവനയിൽ നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പൊ ശ്രീ പറഞ്ഞു അങ്ങനെ നിങ്ങൾ ഈ പാസ്റ്റ് ഗ്ലോറി പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ടും യാതൊരു പ്രയോജനവും ആധ്യാത്മികതയിൽ ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായം ശ്രീ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അതും നമ്മൾക്കൊരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ശ്രീ ആവട്ടെ കുറെ കാര്യങ്ങൾ താത്വികപരമായിട്ടും ഭൗതികമായിട്ടും ഒക്കെ വളരെ വളരെ ബുദ്ധിപരമായ കാര്യങ്ങൾ ശ്രീ സംസാരിക്കും. അപ്പോൾ ഇത് സംസാരിച്ചു വരുമ്പോൾ യഥാർത്ഥത്തിൽ അത് ഒരു വിശ്വാസത്തിലേക്ക് തന്നെയാണ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. അപ്പൊ ശരിക്കും ശ്രീ തന്നെ വലിയ അതിഭാവുകത്വം പറയുന്ന പോലെയുള്ള അനുഭവങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഈ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി തരുന്ന പോലെയല്ലേ എന്നൊരു സംശയം. അപ്പോൾ അങ്ങനെ വരുമ്പോ ഇപ്പൊ ശ്രീ എല്ലാത്തിനെയും നിഷേധിച്ചിട്ട് ശ്രീ പറയുന്ന കാര്യങ്ങൾ വളരെ ശരിയാണ് എന്നുള്ള രീതിയിൽ ശ്രീ സംസാരിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഒരു ഗുരുവാണി കേട്ടിട്ടില്ലേ, താൻ ചെയ്യുന്നത് മാത്രമേ ശരിയായിട്ടുള്ളൂ എന്നൊരു ചിന്ത ഇവിടെ ആർക്കും നല്ലതല്ല എന്ന് ഗുരു പറഞ്ഞതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ശ്രീ പറയുന്നത് എങ്ങനെ അത് മാത്രം ശരിയാവും? ഇപ്പൊ മറ്റുള്ളവരെയൊക്കെ ശ്രീ വിമർശിക്കുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, പണ്ട് ആശ്രമത്തിൽ നിന്ന് പോയ ഗംഗാധരൻ മാഷും ശ്രീ വിനായകനും ഒക്കെ കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കേണ്ടത് എന്ന് ആ ആളിങ്ങനെ അഭിപ്രായം പറഞ്ഞു. അതിൽ തന്നെ ശ്രീ വിനായകൻ പറയുകയുണ്ടായി, താനൊരു ഉപകരണം പോലെയാണ്, അല്ലാതെ താനൊന്നും അറിഞ്ഞല്ല സംസാരിക്കുന്നത്, തന്നിലൂടെ ഇങ്ങനെ ഇതെല്ലാം വരുന്നു, താൻ അങ്ങനെ ഒരു ഉപകരണമായി നിൽക്കുന്നു എന്നാണ് പുള്ളി പറഞ്ഞത്. അതിപ്പോ ശ്രീയും കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു, ശ്രീ ഒരു ഹോളോ ബാമ്പു പോലെയാണ്, ആ ഒരു മെഡിറ്റേറ്റീവ് മൂഡില് ശ്രീയിലൂടെ ഇങ്ങനെ സംസാരിക്കപ്പെടുന്നതാണ് എന്നുള്ള ഇത് ശ്രീയും പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എനിക്ക് സംശയമുള്ളതെന്ന് വെച്ചാൽ അപ്പൊ നിങ്ങളൊക്കെ ഇതൊന്നും അറിയാതെ ചുമ്മാ പറയുന്നതാണോ? അങ്ങനെ നമുക്ക് അങ്ങനെ ചുമ്മാ പറയുന്നത് എങ്ങനെ ഒരു സത്യം നമുക്ക് വിശ്വസിക്കാൻ പറ്റും? അപ്പോ പിന്നെ സ്ത്രീക്ക് ഇതൊക്കെ എന്തും ആകാം, അതായത് ഇപ്പൊ അമ്മാവന് അടുപ്പിലും ആകാന്ന് പറഞ്ഞ പോലെയല്ലേ സ്ത്രീയുടെ ചില കാര്യങ്ങൾ കേട്ടാൽ. അപ്പൊ അത് നമ്മൾ എങ്ങനെ ബോധ്യപ്പെടും? എന്തെല്ലാം ആരോപണങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, പരിഹാസങ്ങൾ അല്ലേ. അപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ അനുഭവങ്ങൾ പിന്നെ അല്ലെങ്കിൽ പാസ്റ്റിൻ്റെ ഗുരുവിൻ്റെ നന്മകൾ അതിനൊന്നും നമ്മൾ എതിരല്ല. പക്ഷെ അത് എന്തുകൊണ്ട് അതിനെ കുറച്ച് വിമർശിച്ചു എന്നുള്ള കാര്യം നമുക്ക് കുറച്ച് കഴിഞ്ഞ് അതിനെക്കുറിച്ച് സംസാരിക്കാം. അതിന് മുമ്പ് ആശയുടെ ഒരു കാര്യം ചോദിക്കേണ്ട. ആശ ഇടയ്ക്ക് വെച്ച് കുറച്ച് ദുഃഖങ്ങളാണെന്നൊക്കെ പറയുകയുണ്ടായി. ഇപ്പോ ദുഃഖങ്ങളൊക്കെ മാറിയോ? ദുഃഖങ്ങൾ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു ചാനലിൽ ഞാനിങ്ങനെ ഈ ദുഃഖത്തിന്റെ കാരണമൊക്കെ ചോദിച്ചപ്പോൾ ആശ ദുഃഖത്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അത് കേട്ടിട്ട് ആണെന്ന് തോന്നുന്നു പലരും ആശയോട് വന്ന്, ആഹാ ഇപ്പോൾ ദുഃഖങ്ങളൊക്കെ എന്താണ് മോള് തുറന്നു പറയൂ, അതിന് കുറച്ച് വിശദീകരണങ്ങളൊക്കെ പറഞ്ഞു തരാമെന്നുള്ള അർത്ഥത്തിലാണോ എന്തോ എനിക്കറിയില്ല. പലരും ആശയോട് വന്ന് എന്താണ് ദുഃഖങ്ങൾ എന്നുള്ള രീതിയിൽ വളരെ സന്തോഷത്തോടെ ആശയോട് സംസാരിക്കുന്നു. ഒരു പക്ഷേ നമ്മൾ മറ്റുള്ളവരുടെ ദുഃഖങ്ങളെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്തരം ദുഃഖങ്ങളെ കുറിച്ചല്ല ഞാനിവിടെ പറഞ്ഞത്. അതായത് ഇപ്പൊ ഈ അമ്മായിയമ്മയും നാത്തൂനും മരുമകളും ഭർത്താവും ഭാര്യയൊക്കെ തമ്മിലുള്ള പ്രോബ്ലങ്ങളുടെ അത്തരം ദുഃഖങ്ങളെ കുറിച്ച് ആ നുണ പറയുന്ന ദുഃഖങ്ങളെ കുറിച്ചല്ല ഞാനിവിടെ സംസാരിച്ചത്. അതൊക്കെ ദുഃഖങ്ങളാണോ? അത് രണ്ട് അടി കിട്ടാത്ത കുറവാണ്, അത് ദുഃഖങ്ങളല്ല. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ദുഃഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ എക്സിസ്റ്റൻഷ്യലായ എന്താണ് ഈ ഫിലോസഫിക്കലായിട്ട് ആധ്യാത്മികമായിട്ട് വരുമ്പോൾ നമ്മുടെ ജീവന്റെ ഒരു തലത്തിലേക്കൊരു ഉണർച്ച വരുമ്പോൾ നമുക്ക് മനസ്സും ജീവന്റെ ഒരു ബോധവും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും ജീവിതത്തിൽ എന്താ പറയുക എല്ലാം ഒരു നിരാശയും ജീവിതത്തിന്റെ ഒരു പോസിറ്റിവിറ്റിയിൽ ആധ്യാത്മിക രംഗത്ത് ഇങ്ങനെ വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡൈലമയാണ്.
അപ്പൊ ആ ദുഃഖം അതാണ് നമ്മുടെ ലോകത്തിൽ ഗുരുക്കന്മാരും അല്ലെങ്കിൽ ബുദ്ധ ഭഗവാനും ഒക്കെ പറഞ്ഞിട്ടുള്ള ജീവിതം ദുഃഖമാണെന്നുള്ള ഒരു പെർസെപ്ഷൻ, ഒരു ഇന്റലിജൻസിന്റെ ഭാഗമാണ്. അതായത് നമ്മുടെ ഒരു ജീവന്റെ ബോധം വികസിക്കുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന ഒരു ദുഃഖം. ആ ദുഃഖം വന്നാലേ നമുക്ക് അടുത്ത അതിന്റെ നിവാരണമായിട്ട് അതിൽ നിന്ന് ഫ്രീഡത്തിലേക്ക്, ശാന്തിയിലേക്ക്, എല്ലാം ജീവിതത്തിലേക്ക് വികസിക്കാൻ ഒരു ജീവന് കഴിയുമെന്നുള്ളതാണ്. സത്യത്തിൽ ഈ ദുഃഖത്തിലേക്ക് ആശയം ഒന്ന് ഉണർത്തിയെടുക്കാൻ ഗുരു എന്തെല്ലാം കഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഗുരു അന്ന് എപ്പോഴും പറയുമായിരുന്നു, ആശയ ഈ ഒരു ദുഃഖത്തിൽ അവൾ ദുഃഖിക്കുന്നില്ല, അവളെല്ലാം കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മറന്നു എന്ന്, ചിരിച്ച് കളയുന്നു എന്നുള്ളത്. അപ്പം നമ്മൾ ഉദ്ദേശിച്ച ഈ ഒരു ദുഃഖത്തിന്റെ ഭാഗത്തിലേക്കാണ്. അങ്ങനെ വന്നാലേ നമുക്ക് അടുത്ത ഒരു തലത്തിലേക്ക് വളരാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ച് എൻ്റെ ഒരു ജീവിതം ഞാൻ ചിന്തിക്കുമ്പോൾ, എൻ്റെ ഒരു 19-ാം വയസ്സിൽ ആ സമയത്താണ് സത്യം പറഞ്ഞ ഗുരു ആദിസങ്കല്പത്തിൽ ലയിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു അതുവരെയുള്ള സമയത്ത് നമ്മൾ ഗുരുവിനോ അമ്മയോടൊപ്പം ഒക്കെ വരുന്നെങ്കിലും നമ്മൾ ആധ്യാത്മിക വിഷയങ്ങളൊന്നും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ഗുരുവിനോടൊരു സ്നേഹമുണ്ടെന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ അതൊന്നും സീരിയസ് ആയിട്ട് എടുത്തില്ല. അപ്പം നമുക്ക് നമ്മുടേതായ പാട്ട് കേൾക്കൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ചിത്ര രചന, ജീവിതത്തിന്റെ പോസിറ്റീവായിട്ടുള്ള എല്ലാ തരത്തിലും എൻജോയ് ചെയ്ത് വളരെ ഹാപ്പിയോടെ ജീവിച്ചിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മളെ സംബന്ധിച്ചല്ലോ ഒരു കളറങ്ങ് പോയതുപോലെ, എന്തോ ജീവിതം വളരെ ഡള്ളായി പോയതുപോലെ ഒരു അനുഭവം. അപ്പൊ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയും, ഈ ഗുരുക്കന്മാർ, അതായത് അവതാര സ്വഭാവത്തിലുള്ള ഗുരുക്കന്മാർ ഇതുപോലെ ശരീരം ഉപേക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു യൂണിവേഴ്സൽ തലത്തിൽ ഒരു വലിയ ഒരു എന്താ പറയുന്ന ഒരു ചലനം സൃഷ്ടിച്ചിട്ടായിരിക്കും പോകുന്നത്. അത് ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്നു അത് എനിക്ക് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവർക്കെല്ലാം അതിൻ്റെ ഒരു വ്യത്യാസം, എന്തോ ഒരു ഹാപ്പിനെസ് നഷ്ടപ്പെട്ടതുപോലെ, എന്തോ ഒരു കളർ പോയതുപോലെ നമുക്കെല്ലാം ഫീൽ ചെയ്യാറുണ്ട്. നമ്മുടെ ആ ഒരു 90s 80s ഒക്കെ എടുത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് എന്തോ ഒരു ഡള്ളായതുപോലെ, ഒരു റോബോട്ടിക് ആയ പോലെ ലൈഫ് നമുക്ക് അങ്ങനെ തോന്നും. അപ്പം സ്വാഭാവികമായിട്ട് എനിക്ക് പിന്നെ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ തന്നെ പറയും, ഗുരു ഇപ്പൊ ഇവിടെ ഉണ്ട്. അതായത് ഈ അവതാര സ്വഭാവത്തിലുള്ള ഗുരുക്കന്മാരും സദ്ഗുരുക്കന്മാരുടെയും പ്രവൃത്തി രണ്ട് രീതിയിലാണ്. അവതാര സ്വഭാവത്തിലുള്ള ഗുരുക്കന്മാരുടെ സാന്നിധ്യം നമുക്ക് ഫിസിക്കൽ തലത്തിൽ തന്നെ, ഫിസിക്കൽ റെലത്തിൽ തന്നെ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഗോഡിന്റെ ഒരു സാന്നിധ്യമായിട്ട് പ്രവർത്തിക്കുമെങ്കിൽ, സദ്ഗുരുക്കന്മാർ കുറച്ചുകൂടി ഇന്നറാണ്, മൈൻഡ് ആൻഡ് സ്പിരിച്വൽ തലങ്ങളിലാണ് അവരുടെ വർക്ക്. അപ്പോൾ ഒരേ സമയത്ത് സദ്ഗുരുക്കന്മാരും അവതാര സ്വഭാവത്തിലുള്ള ഗുരുക്കന്മാരും ഒരേ ആധ്യാത്മിക അവസ്ഥയിലാണെങ്കിലും പ്രവർത്തന മണ്ഡലങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് സദ്ഗുരുക്കന്മാരെ തിരിച്ചറിയാൻ ഒത്തിരി പാടാണ്. അവതാര സ്വഭാവത്തിലുള്ള ഗുരുക്കന്മാരെ വളരെ പെട്ടെന്ന് എല്ലാവർക്കും അത് ഫീൽ ചെയ്യും, അതിൻ്റെ ആ പ്രസൻസ്. അപ്പം നാച്ചുറലി ഞാനൊക്കെ, എനിക്ക് ഈ പറയുന്ന ഒരു ഡൾനെസ് വന്നിട്ട് നമ്മളൊക്കെ ഒന്നും, പിന്നെ നമുക്ക് പാട്ട് കേൾക്കുന്ന ഇഷ്ടം ആവുന്നില്ല, നമ്മുടെ പടം വരയ്ക്കുന്നത് ഇതെല്ലാം അങ്ങ് ഡള്ളായി നമ്മളിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. പെട്ടെന്ന് കുറച്ച് കാലഘട്ടം നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, ലൈഫ് വാട്ട് ഈസ് എ മീനിങ്, എന്താണ് ഒരു മീനിങ്ലെസ് ആയിട്ട് തോന്നുന്നു, പർപ്പസ്ലെസ് ആയിട്ട് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ദൈവം, ഗോഡ് എന്നൊക്കെ ഉള്ളൊരു ചിന്തയില്ല, ഒരു എത്തീസ്റ്റിക് ചിന്താഗതി നോക്കിക്കഴിഞ്ഞാൽ ലൈഫ് ഒരേ ഒരു ലൈഫേ ഉള്ളൂ. അതിങ്ങനെ ജീവിച്ച് രോഗങ്ങൾ, പ്രശ്നങ്ങൾ, അവസ്ഥ, ഒന്നിനെക്കുറിച്ചും നമുക്ക് ഒന്നും ചിന്തിക്കാൻ പറ്റില്ല, എപ്പോഴാണ് എന്താണ് ആക്സിഡന്റ് ഒന്നും അറിയാൻ പറ്റില്ല. അങ്ങനെ ഒരു അനിശ്ചിത അവസ്ഥയിലുള്ള ഒരു ജീവിതം, അവസാനം രോഗങ്ങൾ, കഷ്ടപ്പാടുകൾ, നമ്മളിങ്ങനെ ജോലി ചെയ്യുന്നു, പിന്നെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു, മരിക്കുന്നു. അപ്പം എന്താണ് ഇതിൻ്റെ ഒരു അർത്ഥം? അപ്പം ഇതിനകത്ത് തന്നെ നമ്മൾ എന്തെങ്കിലും ധനമോ പണമോ മറ്റ് ജോലികളോ മറ്റെന്തെങ്കിലും എന്ത് രീതിയിലെങ്കിലും നമ്മൾ വിജയിച്ച് നോക്കിയാൽ എന്തൊക്കെ നമ്മൾ നോക്കി, അപ്പം അതിലൊന്നും നമുക്കൊരു പൂർണ്ണമായ ഒരു തൃപ്തി വരുന്നില്ല. അതായത് മടുക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. മനസ്സ് നമ്മളെ മടുപ്പിക്കുന്നു. അപ്പം മടുക്കാത്ത എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള ഒരു രീതിയിൽ നമ്മളിങ്ങനെ ഒരു അന്വേഷണം തുടങ്ങുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ഒരു സ്പിരിച്വൽ പുസ്തകങ്ങളൊക്കെ, സ്പിരിച്വൽ ലൈഫിലേക്ക് നമ്മൾ വരുന്നതും, അപ്പോൾ നമ്മൾ നേരെ തിരിച്ചിങ്ങോട്ട് വരുന്നതും, ആശ്രമത്തിലേക്ക് വരുന്നു. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഗുരു ആദിസങ്കല്പത്തിൽ ലയിച്ച എന്നെ സംബന്ധിച്ച് ഭയങ്കര, എൻ്റെ ജീവിതം താറുമാറാക്കി കളഞ്ഞ പോലെയാണ്. ഒരുപാട് പേർക്ക് ഓരോ തരത്തിലാണ്. പക്ഷെ എന്നെ പേഴ്സണലി എന്നെ സംബന്ധിച്ച് ഞാനിങ്ങനെ പരാതി പറയുമായിരുന്നു, ഗുരുവെ ശരീരത്തിലുണ്ടായിരുന്നപ്പോൾ എന്നെ ഒന്നും അറിയിച്ചതുമില്ല, പോയി കഴിഞ്ഞതോടുകൂടി എൻ്റെ എല്ലാ കളറും ഇല്ല, വിളക്കണച്ചതുപോലെ എൻ്റെ ജീവിതം മൊത്തം താറുമാറായിപ്പോയി. ഇനി ഞാൻ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ പോകുമ്പോഴാണ് നമ്മൾ ശിഷ്യപൂജിതയെ ഗുരുസ്ഥാനത്ത് നമ്മൾ ആശ്രമത്തിൽ കാണുന്നത്. അപ്പോഴും നമുക്ക് അത്രത്തോളം അങ്ങ് ഫീൽ ചെയ്യുന്നില്ല. കാര്യം നമ്മുടെ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള രീതിയിലൊന്നും അല്ല ഗുരു സംസാരിക്കുന്നത്. നമ്മൾ ഈ വേദാന്തവും തത്വ ചിന്തയും അപ്പോൾ അത്തരത്തിലല്ല. പക്ഷെ എന്നാൽ ഗുരുവിൻ്റെ ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ അതിൻ്റെ ആഴങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു ഭക്തി ഭാവന,
അപ്പൊ ഇതെല്ലാം നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്നു, അതായത് നിഷേധിക്കാൻ പറ്റാത്ത രീതിയിൽ സ്വാധീനിക്കുന്നു. നമ്മളിങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിപരമായ തത്വവിചാരങ്ങൾ കൊണ്ട് ഇതിനെല്ലാം മറയ്ക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഇത് ഒരു സ്ട്രോങ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നു. അങ്ങനെ ഞാൻ ആ സമയത്ത് ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ ചോദിക്കും, പരാതികൾ പറയും, പലയിടത്തും പോയി തർക്കിച്ച് വഴക്കുണ്ടാക്കും. അങ്ങനെ ഒരർത്ഥത്തിൽ ശിഷ്യപൂജിത എന്നെ കൊണ്ട് പൊറുതിമുട്ടിയ ഒരു സാഹചര്യത്തിൽ ഒരു ദിവസം എന്നെ ഇങ്ങനെ വിളിച്ചിട്ട്, അപ്പോൾ ജെന്നി രാവിലെ ഭക്ഷണം കൊണ്ടുവന്നു, അപ്പോൾ അതിനകത്ത് അപ്പമാണെന്ന് തോന്നുന്നു, അപ്പം കുറച്ച് കഴിച്ചതിന് ശേഷം എനിക്ക് ഒരു പങ്കായിട്ട് ഇങ്ങനെ തന്നു. അപ്പോൾ ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വളരെ വാത്സല്യത്തോടെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയിട്ട് മതി മതി മതി, ഇനി അങ്ങ് അമ്മയ്ക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞു കുറച്ച് കഴിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പം അന്ന് ഞാൻ വൈകുന്നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു അനുഭവം ഉണ്ടാവുകയാണ്. അതായത് നമ്മുടെ ഉള്ളിൽ, നമ്മൾ ഈ പുറത്തുള്ള കണ്ണല്ലാതെ അകത്തൊരു കണ്ണ് പോലെ ഒരു ലോകം, നമ്മൾ ഈ ഗ്രാഫിക്സിലൊക്കെ കാണുന്ന പോലെ, ഈ ഇപ്പോൾ ഗാലക്സികളും മറ്റതൊക്കെ കാണുന്ന അതിനേക്കാൾ ഭയങ്കര റിയൽ ആയിട്ട് നമ്മൾ തന്നെ ആ ലോകത്തിലേക്ക് ഇങ്ങനെ ഉയരുന്നതും, ഭയങ്കരമായ ഒരു പ്രകാശങ്ങളും പല പല സന്നിധാനങ്ങളും എന്നൊക്കെ ഉള്ളൊരു അറിയിപ്പുകളും അവസ്ഥകളും, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സ്റ്റേജിലേക്ക് പോയി ഇനിയും ഉയർന്നു പോയി കഴിഞ്ഞാൽ ഈ ശരീരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ ഒരു അശരീരി പോലെ ഒരു അനുഭവം ഒക്കെ ഉണ്ടായി. ഞാൻ കണ്ണു തുറന്ന് തിരിച്ചു വരുമ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ഗുരുവിന് നമ്മുടെ അവസ്ഥകളെ, ഈ അനുഭവങ്ങളെ എത്ര ഇതുവരെ നമ്മൾ താങ്ങുമെന്ന് പോലും നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഗുരുവിൻ്റെ വലിപ്പം. അപ്പം നമുക്കതൊരു ഭയങ്കര സോളിഡ് ആയിട്ടുള്ളൊരു എവിഡൻസ് ആയി. പിന്നീട് ഞാൻ ഈ നമ്മുടെ ഗുരുവിൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ ധ്യാനിക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വിശ്വാസം, അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഒരു കഴിവായിട്ടല്ല, ഇതൊരു ഗുരുവിൻ്റെ ഒരു കാരുണ്യമായിട്ട്, ഗുരുവിൻ്റെ ഒരു എനർജിയിലൂടെയാണ് നമ്മൾ ഇതെല്ലാം കണ്ടത്. നമ്മുടെ ഗുരുവിൻ്റെ, അതായത് ഇപ്പോൾ നമ്മുടെ കൂടെ സദ്ഗുരുവായിട്ട് നമ്മളോടൊപ്പമുള്ള നമ്മുടെ ഗുരുവിൻ്റെ ഒരു കുറച്ചൊരു പവറിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ കണ്ടതും. പിന്നീട് നമുക്ക് പതുക്കെ നമ്മുടെ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ജീവന്റെ ഒരു പരിണാമത്തിൽ നമുക്ക് പരിണമിച്ച് വരാനുള്ള അവസരങ്ങളും പിന്നീടും പല പല സമയത്തുള്ള അനുഭവങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ദുഃഖത്തിൽ നിന്നാണ് ഇതൊരു തുടക്കം. ഞാൻ പറഞ്ഞു, നമ്മളെ 19-ാം വയസ്സിൽ നമ്മുടെ ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്ന ഒരു കളറൊക്കെ പോയിട്ട് പെട്ടെന്ന് നമ്മുടെ കോൺഷ്യസ്നെസ് ഒരു സ്വല്പം ഉണർന്നു കഴിഞ്ഞപ്പോൾ നമുക്കുണ്ടായ ഒരു ദുഃഖം. ആ ദുഃഖത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അല്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഈ നുണയുടെ അല്ലെങ്കിൽ വീട്ടിലുള്ള കുഴപ്പങ്ങളുടെ അത്തരം ദുഃഖങ്ങളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ആരും വന്ന ആശയുടെ അത്തരം കാര്യങ്ങളെ കുറിച്ചല്ല ചോദിക്കേണ്ടത്. ഈ ദുഃഖം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിനെ നിവാരണം ചെയ്യണമെന്നുള്ളതാണ് ആധ്യാത്മികമായ ഒരു വഴി. അപ്പോൾ ഈ ദുഃഖ നിവാരണത്തിന് ഞാനൊരു ശ്ലോകം ചൊല്ലട്ടെ. അപ്പോൾ എല്ലാ ദുഃഖങ്ങളും, അതായത് നമ്മുടെ ഈ കഠോപനിഷത്തിൽ നചികേതസിനോട് അദ്ദേഹത്തിന്റെ ഗുരു ഒരു വാക്ക്, അതായത് തത്വമസി, നീ അന്വേഷിക്കുന്ന ആ തത്വം നീയാണ് എന്ന് പറയുന്നതോടെ ദുഃഖം മാറുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, അതായത് നമ്മുടെ കബീർദാസിന്റെ ഒക്കെ രീതിയിൽ, ഇപ്പോൾ ഗുരു പരമ്പരയിലാണെങ്കിൽ, ഗുരുമാർഗത്തിലാണെങ്കിൽ നമ്മൾ ഈ തത്വമസിയെ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ അന്വേഷിക്കുന്ന ആ തത്വം ഗുരു സ്വരൂപത്തിലായിരിക്കുന്ന നീയാണ്, അല്ലാതെ ഞാനാണെന്നല്ല, അത് നീയാണ് എന്നുള്ളതാണ് ഒരു ഭക്തന്റെ അല്ലെങ്കിൽ ഗുരുമാർഗത്തിലുള്ള ഒരു സാക്ഷാത്കാരം. എന്നാലേ അത് ശരിയാവും. ഗുരുമാർഗത്തെ സംബന്ധിച്ചുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ശ്ലോകത്തിലൂടെയൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ഒരു അറിവിലൂടെയൊക്കെ ദുഃഖം മാറി എന്ന് പറയുന്നത് പോലെ നമ്മുടെ ദുഃഖം മാറ്റാൻ ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട്, ഇതിന്റെ ഒരു സാരം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആരുടെ ദുഃഖവും ഇമ്മീഡിയറ്റ് ആയിട്ട് മാറും, അത് ഗ്യാരണ്ടിയാണ്. അങ്ങനത്തെ ഒരു മിറാക്കുലസ് ആയിട്ടുള്ള ഒരു വരികളാണ് ഇതെല്ലാം. അത് ഞാൻ പറയട്ടെ. അപ്പൊ ആ വരികൾ ഇങ്ങനെയാണ്. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായാൽ എല്ലാ ദുഃഖവും ഈ നിമിഷം മാറും. ഏതോ ജന്മകൽപ്പനയിൽ, ഏതോ ജന്മവീഥികളിൽ ഇന്നും നീ വന്നു. ഒരു നിമിഷം, ഈ ഒരു നിമിഷം വീണ്ടും നമ്മളൊന്നായി, ഏതോ ജന്മകൽപ്പനയിൽ. അപ്പോ ഇതില് ആ അർത്ഥം മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിതൊരു പ്രണയഗാനമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ പ്രണയഗാനം സെലക്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം കാറിൽ ഇങ്ങനെ കേട്ടപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചതാണ്. അതായത് ഈ പ്രണയത്തിൽ നമ്മുടെ മനസ്സ് മാക്സിമം നമ്മൾ ഈ പ്രസന്റ് മൊമെന്റിൽ വന്നിട്ട് ഒരു നിമിഷത്തിന്റെ അടുത്തെത്തും.
എന്നിട്ട് നമ്മുടെ ആത്മാവിൻ്റെ എന്താണ് ഒരു ഗ്ലെയർ, ഒരു മിററാക്കി നമുക്ക് കുറച്ച് ഒരു ആനന്ദം കാണിച്ചു തരും. അതാണ് ഈ പ്രണയത്തിന്റെ ഒരു സീക്രട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ പ്രണയ ഗാനങ്ങളെല്ലാം ഓൾമോസ്റ്റ് ലൈക്ക് അത് ഭക്തി ഗാനങ്ങൾ പോലെ തന്നെയാണ്. അവിടെ നമ്മൾ ഈ പ്രണയിതാക്കളെയൊക്കെ മാറ്റി ജീവാത്മാവും പരമാത്മാവിനെയും പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഇതൊരു ഭക്തി ഗാനങ്ങളായി മാറുകയാണ്. ഈ പോയിറ്റ്സ് എല്ലാം അവർ ഈ സംസാരിക്കുന്ന ഈ ഒരു ആനന്ദത്തിന്റെ വശത്തിൽ നിന്നാണ്. അപ്പൊ ഇതൊരു മിററായിട്ട് നമുക്ക് ഓൾമോസ്റ്റ് മനസ്സിന് കാണിച്ചു തരാൻ പറ്റുന്ന മാക്സിമമാണ് ഈ പ്രണയം. റിയൽ ആനന്ദം നമുക്ക് ആ ഭക്തി ഭാവനയിൽ, ഭക്തിയിലേ വരൂ. അപ്പോൾ നമുക്ക് മനസ്സിന് കാണിച്ചു തരാൻ പറ്റുന്ന ഒരു ഇല്യൂഷനാണ് പ്രണയം എന്ന് പറയുന്നത്. അതായത് ഇല്യൂഷനായിട്ട് ആനന്ദത്തെ ജസ്റ്റ് ഒന്ന് മിറർ ചെയ്യാൻ പറ്റുന്നു. അപ്പം നമ്മൾ ആധ്യാത്മിക രംഗത്ത് വരുമ്പോൾ നമ്മൾ ട്രൂ ആയിട്ടുള്ള, സത്യമായിട്ടുള്ള ഈ ആനന്ദത്തിന് പിറകെ പോകണം. അല്ലാതെ ഈ മനസ്സ് കാണിച്ചു തരുന്ന ഒരു ഗ്ലിംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ശരീരത്തിലെല്ലാം ഹോർമോൺസ് ഒക്കെ ഉണ്ടായിട്ട് നമ്മൾ മയക്കുമരുന്ന് സേവ ചെയ്യുന്ന പോലെയുള്ളൂ മനസ്സിന്റെ പ്രണയം. അപ്പൊ ഈ പ്രണയത്തിൽ എന്താണ് ഈ ഒരു നിമിഷം എന്നാണ് പറയുന്നത്. ഈ ഒരു നിമിഷം നമ്മൾ ഏതോ പരമാത്മാവും ജീവാത്മാവും ഏതോ ജന്മകൽപ്പനയിലൊക്കെ സഞ്ചരിച്ചു വന്നിട്ട് ഈ ഒരു നിമിഷം ത്തിലേക്ക് എത്താൻ പറ്റുമെങ്കിൽ നമുക്ക് ഈ ഒരു നിമിഷം മാത്രമാണ് സത്യമായിട്ടുള്ളത്. ബാക്കിയെല്ലാം മനസ്സുകൊണ്ടാണ് പാസ്റ്റും ഫ്യൂച്ചറും എല്ലാം തീർത്തിരിക്കുന്നത്. അപ്പോൾ ദ പ്രസന്റ് മൊമെന്റിൽ വരുമ്പോൾ മാക്സിമം അതാണ് ഈ പ്രണയിക്കുന്ന സമയത്ത് ഇത്രയും എനർജിയും എല്ലാം അവർ പരസ്പരം ക്ഷമിക്കുകയും സഹിക്കുകയും പൊറുക്കുകയും. ആക്ച്വലി ഒരു സെയിന്റിനെ പോലെയാണ് പ്രണയിക്കുന്ന വ്യക്തികൾ പരസ്പരം പെരുമാറുന്നത്. ആ പ്രണയം നഷ്ടപ്പെടുന്നതോടുകൂടിയാണ് ഈ വഴക്കെല്ലാം ഉണ്ടാകുന്നത്. അപ്പം ആ പ്രണയത്തിന്റെ സമയത്ത് ഈ ഡിവൈൻ ക്വാളിറ്റീസ് എല്ലാം മനുഷ്യർക്ക് വരികയാണ്. അതെന്തുകൊണ്ടാണ് ഇത്രയും ആനന്ദവും സന്തോഷവും അവരെല്ലാം പോസിറ്റീവായി മാറുകയാണ്? അത് ഈ ഡിവൈൻ ആയിട്ടുള്ള നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ തത്വത്തിന്റെ അടുത്തേക്ക് ഉയരുമ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞത്, നമ്മൾ ആ ഹയസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങിന് കിട്ടാവുന്ന ഹയസ്റ്റ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിലേക്ക് ഉയരുന്നതിനനുസരിച്ച് എല്ലാ പ്രോബ്ലങ്ങളും, പ്രശ്നങ്ങളും, ദുഃഖങ്ങളും, വിഷമങ്ങളും എല്ലാം മാറുകയാണ്. രോഗങ്ങളും എല്ലാം മാറി എല്ലാം ഹീലിംഗ് ആവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സോളിൻ്റെ അടുത്തേക്ക് ഉയരണം. അപ്പോൾ അങ്ങനെ ഉയർന്നു പോകുമ്പോൾ ഈ പാസ്റ്റും ഫ്യൂച്ചറിൽ നിന്നെല്ലാം നമ്മൾ ഈ നിമിഷം ഒരു പ്രസന്റാണ്, ദൈവത്തിന്റെ സമ്മാനമാണ്. ജീവിതമായിട്ട് നമുക്ക് ഈ നിമിഷത്തിൽ പ്രസന്റാണ്. ഈ നിമിഷം നമുക്ക് ജീവിതമായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ നിമിഷത്തിലേക്ക് എത്തുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഒന്നായി, ജീവാത്മാവും പരമാത്മാവും ഒന്നായി ചേരാൻ പറ്റുമെങ്കിൽ അതോടുകൂടി നമ്മുടെ ദുഃഖം നിവാരണം. അപ്പോൾ ആ രീതിയിൽ ഒന്നായി ചേരാൻ വേണ്ടി ഉണരാൻ നമുക്ക് എന്തുമാത്രം എനർജി വേണം, എന്തുമാത്രം അവയർനെസ് വേണം. കാര്യം നമ്മൾ മനസ്സിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ആ മനസ്സിൽ നിന്ന് നമ്മുടെ ഇങ്ങനെ ഉണർത്തി ഫ്രീ ആക്കി എടുക്കാനാണ് ഈ ആധ്യാത്മിക സാധനങ്ങളും, ഇപ്പം ഈ അഖണ്ഡ നാമം അല്ലെങ്കിൽ നാമജപം അല്ലെങ്കിൽ നമ്മൾ പുഷ്പസമർപ്പണം ഇത്യാദി ആയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലൂടെയും നമ്മുടെ മനസ്സിലെ ഈ പിടിച്ചു വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും മോചിച്ച് നമ്മുടെ ജീവനെ ഉയർത്തിയെടുത്ത് ജീവനിലേക്ക് ഉയർന്നു വന്ന് അതിൻ്റെ കാഴ്ച നേടുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ദുഃഖ നിവാരണത്തിലേക്കുള്ളൊരു വഴി. അപ്പോൾ ആ വിഷയം അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് സീരിയസ് ആയിട്ടുള്ള നമ്മുടെ ആ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ അനുഭവങ്ങളെക്കുറിച്ച് എതിർപ്പുണ്ടായിട്ടല്ല. ആദ്യകാലങ്ങളിൽ ഞാൻ നോക്കുമ്പോൾ ആശ്രമത്തിൽ വരുമ്പോൾ നമ്മൾ അനുഭവങ്ങൾ പറയാറുണ്ട്. അതായത് നമ്മുടെ ആശ്രമം ഞാൻ നോക്കുമ്പോൾ ഞാൻ ഒരുപാട് ആധ്യാത്മിക പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ആശ്രമങ്ങളെക്കുറിച്ചും ആധ്യാത്മിക കേന്ദ്രങ്ങളെക്കുറിച്ചും അറിയപ്പെട്ടതും അറിയപ്പെടാത്തതും ഒക്കെ വായിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇത്രത്തോളം അനുഭവ ലഭ്യത അല്ലെങ്കിൽ അനുഭവ തലത്തിൽ ഇത്രത്തോളം ഒരു ഉയർന്ന ഒരു പരമ്പരയെ ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. അതായത് എല്ലാത്തരം അനുഭവങ്ങളും, അത് ഇപ്പോൾ സമാധി സ്വഭാവത്തിലാവട്ടെ, അത് ദർശന സ്വഭാവത്തിലാവട്ടെ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ കുടുംബ പ്രശ്നങ്ങളുടെ നിവാരണമാകട്ടെ, ജാതകദോഷമാകട്ടെ, പിന്നെ എന്തെല്ലാം, അല്ലെങ്കിൽ ആശ്ചര്യകരമായ സിദ്ധി സ്വഭാവത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള അനുഭവങ്ങളാവട്ടെ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഈവൻ ഗുരു പലതും തെളിവ് സഹിതം അത് പ്രൂവ് ചെയ്തിട്ടുണ്ട് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി. അപ്പൊ ഇത്രത്തോളം അനുഭവ ലഭ്യത ഉണ്ടായ ഒരു പരമ്പരയായിട്ടും കുറച്ച് പേർക്ക് സംശയം ഉണ്ടായി. എന്നിട്ട് ആ സംശയം അവർ ബാക്കിയുള്ളവരിൽ കുത്തി നിറയ്ക്കാനും ബാക്കിയുള്ളവരെ തെറ്റിക്കാനും വേണ്ടി സംഘം ചേർന്ന് പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ അനുഭവം പറയുക, ഒരു ആശയം പറയുക, ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആശയം വളരെ വിശാലമായ ലോക നന്മയ്ക്ക് വേണ്ടിയുള്ള ഇത്രയും മഹത്തരമായൊരു ആശയം ഞാൻ മറ്റെങ്ങും കണ്ടിട്ടില്ല. അപ്പോൾ ഈ ആശയവും അനുഭവവും പറയുന്നു. എന്നാൽ അതിൻ്റെ ഇടയിലും ഇങ്ങനെ അവർ പ്രവർത്തിച്ച സ്ഥിതിക്ക് ഞാൻ പറയുന്ന കുറച്ച് തത്വവിചാരങ്ങളും കുറച്ച് മനഃശാസ്ത്രവും
കുറച്ച് ഇതേപോലുള്ള ഫിലോസഫികളും കുറച്ച് മറ്റ് ഗുരുപരമ്പരയിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളുടെ ആവശ്യകത ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാനിപ്പോൾ ഈ രീതിയിൽ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഞാനും ഈ പറയുന്ന അനുഭവങ്ങളും മറ്റ് ഭക്തി മാർഗങ്ങളും അതെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ്. മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മോഡേൺ ആയിട്ടുള്ള വൈദ്യശാസ്ത്രത്തിന്റെ മനഃശാസ്ത്രമല്ല, ആധ്യാത്മിക രംഗത്തുള്ള മനഃശാസ്ത്രം. മനസ്സ്, ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തികളായിരിക്കുന്ന മനസ്സ് നമ്മളെ ഏത് രീതിയിൽ ഡിസീവ് ചെയ്യുന്നു, ഏത് രീതിയിൽ നമുക്ക് ഫാൾസ് ആയിട്ടുള്ള ചിന്തകളിലേക്കും ഫാൾസ് ആയിട്ടുള്ള കൺക്ലൂഷനിലേക്കും നമ്മളെ എത്തിക്കുന്നു എന്നുള്ള രീതിയിൽ മനസ്സിനെ കുറിച്ചുള്ള ഒരു പെർസെപ്ഷൻ. അതുകൊണ്ടാണ് ഞാനിതിന് ഇമ്പോർട്ടൻസ് കൊടുത്തത്, അല്ലാതെ അനുഭവങ്ങളെ എതിർത്തതല്ല. പിന്നെ പാസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ പാസ്റ്റിൻ്റെ ഗ്ലോറിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചറിയാം, എല്ലാ പരമ്പരകളും എല്ലാ മത സ്വഭാവത്തിലും എല്ലാം പാസ്റ്റിൻ്റെ ഗ്ലോറിയിൽ പോയിട്ട് പ്രസൻറ്റിനെ വിസ്മരിച്ചു പോവുകയും പാസ്റ്റിൽ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയും പ്രസൻറ്റിൽ വരുന്ന ഗുരുക്കന്മാരെല്ലാം എതിർക്കുകയും, ഇപ്പോൾ തന്നെ ജ്യൂസിൻ്റെ പരമ്പരയിൽ തന്നെ ജനിച്ച ജീസസിനെ അവരെ എതിർക്കുകയും കുരിശിലേറ്റുകയും വരെ ചെയ്തു. അതായത് പാസ്റ്റിൽ ഇങ്ങനെ രമിച്ചിരിക്കുക, പ്രസൻറ്റിനെ എതിർക്കുക. അപ്പൊ എന്നാൽ പ്രസന്റിലാണ് ദൈവവും സത്യവും സാക്ഷാത്കാരവും എല്ലാം ഒളിച്ചിരിക്കുന്നത്, ഗുരുവും എല്ലാം പ്രസന്റിലാണ്. അപ്പൊ പാസ്റ്റിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ പാസ്റ്റിൽ കുടുങ്ങിക്കിടക്കുക. അതായത് ഇപ്പൊ തന്നെ നമ്മുടെ ഫൗണ്ടർ ഗുരു ഇപ്പോൾ ആദിസങ്കല്പത്തിലേക്ക് 20 വർഷം എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇത്ര വർഷം എന്ന് പറഞ്ഞ് നമ്മൾ പോകുമ്പോൾ അത്രയും പാസ്റ്റിലേക്ക് നമ്മൾ പോവുകയും അത്രയും പാസ്റ്റിലേക്ക് നമ്മൾ ഞാനെന്ന ഭാവത്തിൽ ഉണ്ടാവുകയും കർമ്മഗതി ഉണ്ടാവുകയും ചിന്ത ഉണ്ടാവുകയും ഇതെല്ലാമായിട്ട് ഇത് പുനഃ എന്നുള്ള രീതി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാലാന്തര ഗുരുവിനെ പ്രസന്റ് ഹിയർ നൗ എന്നുള്ള രീതിയിൽ സ്നേഹിക്കാനും, അല്ലെങ്കിൽ ഗുരു ശരീരം ഉപേക്ഷിച്ച് പോയി എന്നുള്ള രീതിയിലൊന്നും ചിന്തിക്കാതെ സ്നേഹിക്കാനും. കാര്യം സത്യം, ജീവിതത്തിന് ഒരു സത്യം ഉണ്ടെങ്കിൽ ആ സത്യം ഗുരുസ്വരൂപം എന്നാണ് പറയുന്നത് ആധ്യാത്മിക രംഗത്ത്. അപ്പൊ ആ സത്യത്തിനെ പാസ്റ്റിൽ കാണാതെ പ്രസന്റിൽ കാണുകയും അതിനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിലേക്ക്, ഈ സത്യത്തിലേക്ക് വളരാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഗുരുക്കന്മാരെ ആയാൽ പോലും പാസ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ കുടുങ്ങിക്കിടക്കേ പോലും. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ദേവീദേവ സ്വഭാവത്തിലുള്ള ആരാധന പോലെ അല്ല ഗുരുമാർഗത്തിലെ ആരാധന. ഗുരുമാർഗത്തിലെ ആരാധന വ്യത്യസ്തമാണ്. ഇപ്പൊ തന്നെ ഇവരെല്ലാം പറയുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ബുദ്ധ മതത്തിലാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചറിയാം, നമുക്ക് ഏത് മേഖലയിൽ ശ്രദ്ധിച്ചാലും അതറിയാം, ബുദ്ധമതത്തിൽ ഹീനയാനം മഹായാനം. അപ്പോൾ ഹീനയാനത്തിലുള്ള ഒരു ആ ഗൗതമ ബുദ്ധൻ പറഞ്ഞത് മാത്രം അതേപടി അംഗീകരിച്ച് അതേപടി പോയപ്പോൾ എന്തു പറ്റിയെന്ന് വെച്ചാൽ അവർക്ക് ഈ അതിനകത്ത് സാക്ഷാത്കാരമുണ്ടായ ഒരു ഗുരു സ്വഭാവത്തിൽ ആരും ഉയർന്നു വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ മഹായാന സ്വഭാവത്തിൽ അവർ ഗൗതമ ബുദ്ധനെ ഒരു ദൈവ സ്വഭാവത്തിൽ കാണുകയും ഗുരു പരമ്പരയായി ഈ മറ്റു ഗുരുക്കന്മാരെല്ലാം ആ പ്രത്യക്ഷമായ ദൈവമാണ് എന്നുള്ള രീതിയിൽ ഗുരു ശിഷ്യ ബന്ധത്തിൽ പോയപ്പോൾ ഒരുപാട് റിയലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായി, ഒരുപാട് ബുദ്ധന്മാരുണ്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ സൂഫി പരമ്പരയിൽ എടുത്തു നോക്കിയാൽ അവർ ഗുരു ശിഷ്യ ബന്ധത്തിൽ പ്രത്യക്ഷത്തിൽ ഗുരുവിനെ ഈശ്വര സ്വഭാവത്തിൽ കാണുകയാണ്, അല്ലെങ്കിൽ സാക്ഷാത്കരിക്കുകയാണ്. ഗുരുവിനെ ദൈവത്തിൻ്റെ പ്രത്യക്ഷ സ്വരൂപമായിട്ട് കാണുന്ന, അതിനകത്തെല്ലാം ഗോഡ് റിയലൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ സൂഫിസത്തിലും, അപ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ ട്രഡീഷണലായാലും ദേവീദേവ സ്വഭാവത്തിൽ, അല്ലെങ്കിൽ ഇതുപോലുള്ള ആരാധനാ സ്വഭാവത്തിലൂടെ പാസ്റ്റിനെ ഇങ്ങനെ ആരാധിക്കുന്ന സ്വഭാവത്തിൽ ഗുരുക്കന്മാരോ ബോധോദയം നേടിയ വ്യക്തികളോ റിയലൈസേഷനോ ഒന്നും സംഭവിച്ചിട്ടില്ല. അതിങ്ങനെ നമുക്ക് ആരാധിച്ചുകൊണ്ടിരിക്കാവുന്നേ ഉള്ളൂ. എന്നാൽ ഈ ഗുരു സ്വഭാവത്തിൽ ഗുരുവിനെ പ്രത്യക്ഷമായ ദൈവത്തിൻ്റെ പ്രതിരൂപമായി കണ്ട് വണങ്ങുന്ന ആ ഗുരുമാർഗത്തിലൂടെ ഒരുപാട് പേര് ആ ദൈവികമായ അവബോധത്തിലേക്ക്, സത്യത്തിലേക്ക്, സാക്ഷാത്കാരത്തിലേക്ക്, ജ്ഞാനത്തിലേക്ക്, മുക്തിയിലേക്ക് എല്ലാം വളർന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പാസ്റ്റിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പാസ്റ്റിൻ്റെ പിറകെ പോകാതെ നമ്മുടെ ഗുരുവിനെ ആയാലും നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ ആസ്ട്രൽ, നമ്മുടെ ഗുരു ഫിസിക്കൽ റലത്തിൽ നിന്ന് അകത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. എന്നാൽ ഗുരു ആസ്ട്രൽ ബോഡി ഇവിടെ അവശേഷിപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഗുരു പ്രാണപ്രതിഷ്ഠയായിട്ടും എല്ലാ രീതിയിലും ഇത് നമുക്കെല്ലാം തന്നിട്ടാണ് പോയിരിക്കുന്നത്. അപ്പം കൂടാതെ ഏറ്റവും തന്നോളം വളർത്തിയെടുത്ത ഒരു ശിഷ്യനെയും ഗുരുസ്ഥാനത്ത് നമുക്ക് തന്നിട്ടാണ് പോയിരിക്കുന്നത്. അപ്പം ഇതെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വളരുക എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പാസ്റ്റിനെ ഡിനൈ ചെയ്തിട്ട് ഈ പ്രസൻറ്റിൽ, അപ്പോൾ തന്നെ ഈ അത്ഭുത സ്വഭാവത്തിലുള്ള കാര്യങ്ങളെല്ലാം ഫിസിക്കൽ റിലത്തിൽ ഗുരു ഉണ്ടായിരുന്നപ്പോൾ അതെല്ലാം സാധിച്ചിരുന്നു. അതുപോലുള്ള അനുഭവങ്ങൾ ഇപ്പോഴും നമുക്ക് അനുഭവിക്കുന്നുണ്ട്. എന്നാൽ സദ്ഗുരുക്കന്മാരുടെ സാന്നിധ്യത്തിൽ അത് എപ്രകാരം വ്യത്യസ്തമായിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഗുരുവിനോട് നമ്മളെല്ലാം പറയണം, തുറന്നു പറയണം. ഇപ്പം എന്ത് കാര്യങ്ങളും ആശ്രമ സ്വഭാവത്തിലൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഗുരുവിനോട് പറയുമ്പോൾ ഈ ഒരു ഗുരുവിൻ്റെ ഗുരുവിനോടൊപ്പം ഉള്ള ആ സാന്നിധ്യത്തിലൂടെ ആ ദൈവ സ്വഭാവത്തിലുള്ള ആ ഒരു
എനർജി നമ്മളിലേക്ക് വന്നുകൊണ്ട് അതൊരു പരിവർത്തനമായി മാറുകയാണ്. അതേസമയം ഗുരുക്കന്മാരുമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടാതെ പോകുമ്പോൾ ഇതിനകത്ത് ഗുരുവിൻ്റെ ഒരു എനർജി വരുന്നില്ല എന്നുള്ള രീതിയിൽ ഇതൊരു തടസ്സമായി മാറുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ഇതിനെ ഇതേപോലുള്ള കാര്യങ്ങൾ പ്രസന്റ് മൊമെന്റിൽ ആ ഗുരു സാന്നിധ്യത്തിൽ ആ ഗുരുവിൻ്റെ സാന്നിധ്യമാണ്. ഗുരു എന്ന് പറയുമ്പോൾ തന്നെ ആ ദൈവികമായ ഒരു സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. അല്ലാതെ മനസ്സുപയോഗിച്ച് സിദ്ധിയോ അത്ഭുതങ്ങളോ മറ്റു കാര്യങ്ങളോ അല്ല. ഈ സാന്നിധ്യം, ഈ മിറാക്കുലസ് ആയിട്ടുള്ള ഈ സാന്നിധ്യത്തെ പ്രയോജനപ്പെടുത്തി നമ്മൾ അതിലേക്ക് വളരുക എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറയുന്നതാണ് ശരി, അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ മാത്രമാണ് ശരി, അങ്ങനെയുള്ള ഒരു വിഷയത്തിലല്ല. ഇപ്പോൾ ഈ പറഞ്ഞ വ്യക്തികളെല്ലാം നല്ല ഒരുപാട് കാര്യങ്ങൾ പറയുന്നു, സംസാരിക്കുന്നു, അത് ഒരുപാട് പേർക്ക് മനസ്സിലായി എന്ന് അവർ പറയുന്നു. ശരി, മനസ്സിലായി. പക്ഷെ മനസ്സിലായെങ്കിലും അവരുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർ ഈ ഒരു വിഷയത്തിൽ നിന്ന് തെറ്റിപ്പോവുകയുണ്ട്. അപ്പം നമ്മളെ നാച്ചുറലി ഇവർ പറയുന്ന ഒരു സ്വഭാവത്തിൽ വന്നാൽ ഒരു പക്ഷേ നമുക്കും അതുപോലെ തെറ്റിപ്പോകേണ്ടി വരും. ഒരു പക്ഷേ അങ്ങനെ തെറ്റിപ്പോയവരാണല്ലോ ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇത് തെറ്റിപ്പോയെന്ന് പറയുമ്പോൾ അവർ പറയുന്നു ഇത് തെറ്റിപ്പോയിട്ടില്ല, അവരിപ്പോഴും ഇതിനോടൊപ്പം തന്നെ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് പറയുന്നത്. പക്ഷേ അതിനെ ഈ ഒരു ദേവീദേവ സ്വഭാവത്തിൽ ആരാധിക്കുന്ന ഒരു സ്വഭാവത്തിൽ വരുമ്പോൾ അതാണല്ലോ അത്തരത്തിലുള്ളൊരു മിസ്റ്റേക്കാണല്ലോ എല്ലാ ഗുരുക്കന്മാരും വന്നു പോകുമ്പോൾ പിൽക്കാലത്തുള്ള ആൾക്കാർ ചെയ്തു എന്ന് നമ്മൾ ഗുരു പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അതായത് ഗുരുക്കന്മാർ പോയി കഴിയുമ്പോൾ അതിനെ ഒരു ദേവീദേവ സ്വഭാവത്തിലേക്ക് മാറ്റി ആരാധിക്കുക, അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡത്തിൻ്റെ, മുക്തിയുടെ, ശാന്തിയുടെ ആ വശത്തിലുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി അതിനെ മറ്റൊരു രീതിയിൽ മാനസിക തലത്തിലാക്കി മാറ്റുന്ന ഒരു അധപ്പതനം, അല്ലെങ്കിൽ അങ്ങനെ ഒരു മെട്രിക്സ് പ്രവർത്തിച്ചിരിക്കുന്നതായിട്ട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം അവർ പറഞ്ഞ നല്ല കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ ഓരോരുത്തരും ഓരോ തലത്തിലാണ് ഈ അനുഭവം നേടിയിരിക്കുന്നത്. ഇപ്പോൾ ചിലർ ബുദ്ധിപരമായ തലത്തിൽ, ചിലർ അനുഭവ സ്വഭാവത്തിൽ, ചിലർ പിന്നെ സാക്ഷാത്കാര സ്വഭാവത്തിൽ. അപ്പം ഏത് സ്വഭാവത്തിൽ അനുഭവം നേടിയിട്ടാണ് ഇത് സംസാരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അതിനെ ആ ഒരു പർട്ടിക്കുലർ തലത്തിലെത്തുമ്പോൾ നമ്മളും അതുപോലെ തെറ്റിപ്പോവും. അപ്പം ഈ ഓരോ മനുഷ്യരും, ഇപ്പം അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹത്തിന് ഒന്നും അറിഞ്ഞുകൂടാ എന്ന് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു അദ്ദേഹത്തിന് നേരിട്ട് അറിഞ്ഞുകൂടാ, അദ്ദേഹത്തിലൂടെ ഇങ്ങനെ സംഭവിച്ചതാണെന്ന് പറയുന്നു. അപ്പം അങ്ങനെ വരുന്ന ആ അറിവിനെ ബേസ് ചെയ്തുകൊണ്ട് ആശ്രമത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രവർത്തിച്ചു പോകണമെന്ന് പറയുമ്പോൾ അവിടെ ഒരു തെറ്റുണ്ടാവുന്നില്ലേ? ഇപ്പം ഈ പറഞ്ഞ വ്യക്തികളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത, ഒന്നിനോടും വിധേയപ്പെടാത്ത ഒരു പ്രത്യേക സ്വഭാവം പുലർത്തിയിരുന്ന വ്യക്തികളാണ്. അപ്പം നമ്മൾ അതൊരു സംഘടനാ സ്വഭാവത്തിൽ, ഒരു വലിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ സ്വഭാവത്തിൽ എങ്ങനെ അത്തരക്കാരെ ഹാൻഡിൽ ചെയ്യും? സത്യം പറഞ്ഞാൽ ഇതേപോലുള്ള വ്യക്തികളെ നമ്മളിപ്പോൾ ഒരു സംഘടനാ സ്വഭാവത്തിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ സ്വഭാവത്തിലും വരുമ്പോൾ നമ്മൾ എന്ത് രീതിയിൽ വിധേയപ്പെട്ട് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ എന്ത് രീതിയിൽ ആ പ്രസ്ഥാനത്തിനോടൊപ്പം യോജിച്ച് പോകാൻ. ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുമ്പോൾ അതിൻ്റെ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പഞ്ചായത്തിലായാലും ഓരോ തലത്തിലായാലും നമ്മൾ എങ്ങനെ ഒരു സിസ്റ്റത്തിനെ മാനിക്കണമെന്നുള്ള ഒരു വശം നോക്കുമ്പോൾ ഇവരെ സംബന്ധിച്ച് ഈ ഒരു സിസ്റ്റത്തിനെ മാനിക്കുന്ന ഒരു വശം വരാതെ അവർ സ്വയം പിരിഞ്ഞു പോയതാണ്. അല്ലാതെ ആരും അവരെ പറഞ്ഞു വിട്ടതോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വിഷയമുണ്ടായതല്ല. അവർക്ക് ആ ഒരു സിസ്റ്റത്തിനോട് യോജിച്ച് പോകാൻ പറ്റുന്നില്ല. അവർ തങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ, അല്ലെങ്കിൽ ഈഗോ സെൻട്രിക് ആയിട്ട് തങ്ങൾക്കെല്ലാം അറിയാം, ഇപ്പം ആശ എന്നിൽ ആരോപിച്ച ഞാൻ പറയുന്ന മാത്രമേ ശരിയാവൂ എന്നുള്ളൊരു ചിന്ത അവർ ഒരു പക്ഷേ വെച്ച് പുലർത്തിയത് കൊണ്ടാകാം. ഇപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ ഗുരു ഇവിടെ ചെയ്തു വച്ചിരിക്കുന്ന ഈ സിസ്റ്റം എന്താണെന്ന് നമ്മൾ പരിശോധിച്ചാൽ, ഗുരു പോലും ഇവിടെ ഒരു ദാസനെ പോലെയാണ് ജീവിച്ച് കാണിച്ചു തന്നിട്ടുള്ളത്. ഈ ഒരു സിസ്റ്റം ഗുരു, നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റം ഗുരു തന്നെ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് ഇതിനെല്ലാം അനുസരിച്ച് കൊണ്ടൊരു ദാസനെ പോലെ പ്രവർത്തിച്ച് കാണിച്ചു തരികയാണ് ഗുരു ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ദാസനെ പോലെ, ചക്രവർത്തിയെ പോലെ അന്തസ് ജീവനിലുള്ളപ്പോഴും ദാസനെ പോലെ വിനയത്തോടു കൂടി മാത്രമേ ഇത് പ്രവർത്തിച്ചെടുക്കാൻ പറ്റൂ. ആ രീതിയിലാണ് ഗുരുവിൻ്റെ ഒരു സങ്കല്പവും, ഗുരു അത് ആ ഒരു സംസ്കാരമാണ് ഇവിടെ സൃഷ്ടിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ശിഷ്യപൂജിത ആകട്ടെ, അല്ലെങ്കിൽ അധികാര സ്വഭാവത്തുള്ള ആരും ആകട്ടെ, ഇവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരെല്ലാം ഈ ഒരു ദാസനെ പോലെ ഇതിൻ്റെ ആ ദൈവകാരുണ്യത്തിന് മുൻപിൽ ഇങ്ങനെ വണങ്ങിക്കൊണ്ടാണ് ഇവിടെ നിന്ന് പ്രവർത്തിക്കുന്നത്. എല്ലാവർക്കും അത് ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം, എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ താൻ ഒന്നുമല്ല എന്ന് വ്യക്തമായിട്ടറിയാം. ഈ ഒരു ദൈവകാരുണ്യത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികൾക്കും അത് വ്യക്തമായിട്ടറിയാം. പക്ഷേ ഇതെല്ലാം നമ്മുടേതാണെന്നുള്ളൊരു ചിന്തയും ഗുരു തന്നിട്ടുണ്ട്. അതായത് സഹകരണത്തിൻ്റെ ഒരു സംസ്കാരം ഗുരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടേതാണെന്ന് തോന്നാത്ത ആരുമില്ല. പക്ഷേ ഇത് എൻ്റേതാണ്, അല്ലെങ്കിൽ ഞാനാണിതെല്ലാം എന്ന് ആർക്കും ഇവിടെ തോന്നാൻ പറ്റില്ല. അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റില്ല. അങ്ങനെ പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ അവർ പുറത്തു പോകേണ്ടി വരും.
സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ അനലൈസ് ചെയ്താൽ, ഈ പുറത്തു പോകേണ്ടി വന്നവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അനലൈസ് ചെയ്ത്, ഇതിപ്പോൾ ആരെയും കുറ്റപ്പെടുത്താനോ പരാതി പറയാനോ മോശക്കാരായിട്ട് ചിത്രീകരിക്കാനോ അല്ല. നമ്മൾ ഒരു വളരെ സോളിഡ് ആയിട്ടുള്ള, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു വിശകലനം നടത്തുകയാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്, എന്താണ് ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളുണ്ടായ, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ നടത്തുകയാണ്. അത് വിഷമിക്കാനോ പേഴ്സണലായിട്ട് എടുത്ത് എന്നെ കുറ്റം പറഞ്ഞെന്ന് പറയാനല്ല. ആ ഒബ്സർവേഷനിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് എനിക്ക് സംഭവിച്ചത്, എന്താണ് എൻ്റെ പ്രോബ്ലം, അതോടുകൂടി ആ പ്രശ്നം തീർന്നു കഴിഞ്ഞു. ഞാൻ തന്നെ എൻ്റെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതോടുകൂടി പ്രശ്നം തീർന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ എനിക്ക് എന്തുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റിയില്ല, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഞാനെന്ന ഭാവത്തിൽ, അല്ലെങ്കിൽ എൻ്റെ അറിവാണ് ശരി, അല്ലെങ്കിൽ എൻ്റെ അറിവിൽ എല്ലാം എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് അത് പ്രവർത്തിക്കാനോ അത് നടപ്പാക്കാനോ ശ്രമിച്ചത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇവിടെ ഒരു ദാസനെ പോലെ വിനയത്തോടു കൂടി ഭക്തി സാന്ദ്രമായി ജീവിക്കുകയാണെങ്കിൽ ഏറ്റവും എന്താണ്, ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞ പോലെ ഭൂമിയിലെ ഒരു ഹെവൻ പോലെയാണ് എന്നെ സംബന്ധിച്ചത് അനുഭവവേദ്യമായിട്ടുള്ളത്. അപ്പോൾ ഗുരു പറഞ്ഞു, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ദാസനെ പോലെ, മനുഷ്യൻ ഈ അചഞ്ചലമായ, ഈ അഖണ്ഡമായ, ഈ ദൈവികമായ ആ സത്യത്തിന് മുന്നിൽ ദാസനെ പോലെയാണ് ജീവിക്കേണ്ടത്. ആ സത്യം നമുക്ക് തന്നിരിക്കുന്ന, ഒരു പ്രസന്റായി തന്നിരിക്കുന്ന ഈ ജീവിതത്തെ അത്ര മാന്യതയോടെ കണ്ട്, നമുക്ക് തന്നതുപോലെ ഈ ഓരോ ജീവജാലങ്ങൾക്കും അതിന് വിലയുണ്ടെന്നും, ഈ പ്രകൃതിക്കും ഈ സസ്യലതാദികൾക്കും ഈ മറ്റ് ജീവജാലങ്ങൾക്കും എല്ലാം വിലയുണ്ടെന്ന് കണ്ടിട്ട് നമ്മൾ ദാസനെ പോലെ ജീവിക്കണം, ഈ പ്രകൃതിയിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു മാതൃകയാണ് ഗുരു കാണിച്ചത്. ഒരു പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ദാസനെ പോലെയുള്ള ഒരു ഭാവം ഇല്ലാത്തതുകൊണ്ടാണ് അഹന്തയിൽ കേന്ദ്രീകരിച്ച് ഇന്ന് നമ്മൾ പ്രകൃതിയും മറ്റു ജീവജാലങ്ങളെ എല്ലാം ഉപദ്രവിക്കാനും, നമ്മൾ മനുഷ്യരെന്തോ കേമന്മാരാണെന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ഈ എല്ലാ തെറ്റുകളിലേക്കും കടക്കുന്നതൊക്കെ ഇതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവൻ്റെ ഒരു തലത്തിലേക്ക് വളരുകയാണെങ്കിൽ, നമുക്ക് അവയർനെസ്സിലേക്ക് വളരുകയാണെങ്കിൽ, ഈ ഒരു എളിമയുടെ ഭാവവും ഈ ഒരു സത്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ബഹുമാനത്തിൻ്റെ ഇതെല്ലാം നമ്മളിലേക്ക് വന്നിട്ട് നമ്മൾ ആ ജീവൻ്റെ പൂർണ്ണതയിലേക്ക്, സത്യത്തിലേക്ക് പരിണമിക്കാനുള്ള ഒരു വഴിയെന്ന രീതിയിൽ ഇത് ഏറ്റവും നമുക്ക് നന്മയുള്ള ഒരു സ്ഥലമായിട്ട് തോന്നുകയും, എന്നാൽ ഈ പറഞ്ഞ ഞാനാണ്, എനിക്കെല്ലാം അറിയാം, അല്ലെങ്കിൽ എൻ്റെ ഇതാണ് ശരിയെന്നുള്ളൊരു രീതിയിൽ ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് ഇതൊരു എന്താണ് നെഗറ്റീവായിട്ടുള്ള കാര്യമായിട്ട് തോന്നും. ഇപ്പം നമ്മൾ മനസ്സിലാക്കിയ അറിവുകൾ എന്താണ്, അല്ലെങ്കിൽ തനിക്ക് എന്ത് മനസ്സിലായി എന്നൊന്ന് ഡീപ്പായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായതുപോലെ, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് അനുഭവം, എന്താണ് സ്വാനുഭവം. ഇപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് പലതരത്തിലുള്ള ആധ്യാത്മിക അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ചിലർ പറയും ഞാനൊന്നുമല്ല, ഇപ്പോൾ ആ വ്യക്തി തന്നെ പറഞ്ഞതായിട്ട് പറയുന്നത് ഞാനൊന്നുമല്ല, പിന്നെ ഇങ്ങനെയാണ് സംഭവം, എനിക്കിങ്ങനെ അറിഞ്ഞതാണ്. അപ്പോൾ ഈ ഞാനൊന്നുമല്ല നമ്മൾ ആധ്യാത്മിക രംഗത്ത് വരുമ്പോൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഞാനൊന്നുമല്ല നമ്മളങ്ങനെ ചുമ്മാ പറയാനുള്ളൊരു കാര്യമല്ല. ഞാൻ, അല്ലെങ്കിൽ ഈ അഹന്ത സ്വഭാവം ഒന്നുമല്ല എന്നുള്ളൊരു റിയലൈസേഷനാണ്. അഹന്ത ഒന്നുമല്ലാതാകുമ്പോൾ എങ്ങനെ ഈ വണ്ണസ് ആയിരിക്കുന്ന, ഈ അതിശയകരമായിരിക്കുന്ന, ദൈവികമായിരിക്കുന്ന ഈ സത്യം എങ്ങനെ വിളങ്ങുന്നു, നമ്മളും എങ്ങനെ അതിൻ്റെ ഭാഗമാകുന്നു എന്നെല്ലാം വ്യക്തമായ ഒരു അനുഭവവശത്ത് മനസ്സിലായാൽ മാത്രമേ റിയൽ ആയിട്ടുള്ളൊരു എളിമയുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഈ ഞാനൊന്നുമല്ല എന്ന് പറയുന്നതും വലിയൊരു അഹന്ത തന്നെയാണ്. അപ്പം നമ്മൾ ഈ അഹന്തയുടെ ട്രിക്ക് നമ്മൾ മനസ്സിലാക്കിക്കണം. അഹന്ത എല്ലാ തരത്തിലും ഒന്നുമല്ലെന്ന് പറയും, ഒന്നും ആണെന്ന് ധരിക്കും. ഇതെല്ലാം അഹന്തയുടെ ഒരു ടെക്നിക്കാണ്, നമ്മളെ കുഴയ്ക്കുന്ന മനസ്സിൻ്റെ ഒരു കള്ളത്തരമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവരുടെ ഇപ്പോൾ ദുഃഖം കഴിഞ്ഞൊരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതെന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞ് ഒരാൾ എന്നോട് ചോദിച്ചു. അതായത് ഇപ്പോൾ ഗുരുവിനെക്കുറിച്ച് വിലപിക്കുന്നതും അല്ലെങ്കിൽ ഗുരുവിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ദുഃഖവും ഇതെല്ലാം ഒരു കള്ളത്തരമാണ്, മനസ്സിൻ്റെ കള്ളത്തരം. ഇപ്പം അതെന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു, ഇതെല്ലാം നമ്മൾ വളരെ പേഴ്സണലായിട്ട് എടുക്കാത്ത ഒബ്സർവേഷനാണ്, ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. മനസ്സ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കള്ളത്തരം, ഈ ദുഃഖം എന്നൊക്കെ പറയുന്നു. അപ്പം നമ്മൾ പരിശോധിച്ചാൽ ജീവന്റെ ആഗ്രഹം, ഓരോ ജീവന്റെ ആഗ്രഹത്തിൽ, ജീവന്റെ പൂർത്തീകരണത്തിനാണ് ഒരു ജന്മം തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ഗുരുമാർഗത്തിൽ വരുമ്പോൾ സ്വയം പരിവർത്തനപ്പെടുക, സ്വയം തിരുത്തുക, സ്വയം മനസ്സിന്റെ എല്ലാ കെട്ടുപാടുകളും അഴിച്ചു കളഞ്ഞ് ജീവന്റെ ബോധത്തിലേക്ക് ഉണരുക, ഗുരുമാർഗത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ് ജീവന്റെ ആഗ്രഹം. അപ്പോൾ ആ ജീവന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി മനസ്സ് സംസാരിക്കുമ്പോൾ അതിനെയാണ് ഞാൻ മനസ്സിന്റെ കള്ളത്തരം എന്ന് പറയുന്നത്. ഇപ്പോൾ ജീവന്റെ ആഗ്രഹം ഗുരുമാർഗത്തെ അംഗീകരിക്കുക, സ്നേഹിക്കുക, പ്രസന്റ് മൊമെന്റിലുള്ള ഗുരുവിനെ ജീവന്റെ ബോധത്തിന് തിരിച്ചറിയാൻ പറ്റും. നമ്മൾ എന്തുകൊണ്ട് അത് കാണുന്നില്ല? ഇപ്പോൾ ഗുരുവിന് ഇത്രമാത്രം സ്നേഹമുള്ളവരാണെന്ന് അവർ പറയുമ്പോൾ അവർക്ക് എന്തുകൊണ്ട് പ്രസന്റ് മൊമെന്റിലുള്ള ഗുരുവിന്റെ സാന്നിധ്യം കാണാൻ പറ്റുന്നില്ല? ഇപ്പോൾ ഗുരുവിനെ സ്നേഹിക്കുന്നവർക്ക് അത് കാണാൻ പറ്റണം. ശിഷ്യപൂജിതയിൽ ആ പ്രസൻസ്, സാന്നിധ്യം അനുഭവിക്കാൻ പറ്റണം. കാര്യം ഗുരുവിനോട് അത്രമാത്രം സ്നേഹമുണ്ടെങ്കിൽ അത് നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ്.
അത് നമ്മൾ ആ സ്നേഹത്തിലൂടെയാണ് നമുക്കത് ഫീൽ ചെയ്യാനുള്ള ഒരു സെൻസ് കിട്ടുന്നത്. അപ്പം നമുക്കത് ഫീൽ ചെയ്യുന്നില്ല, നമ്മളെല്ലാം ഡെസ്പറേറ്റായി, നമ്മൾ പിന്നെ ഭയങ്കര പരാതികളായി, പ്രശ്നങ്ങളായി, പ്രോബ്ലങ്ങളായി. അപ്പോൾ ഇതെല്ലാം ഇത്രയും സംശയവും പ്രശ്നങ്ങളും പരാതികളും പ്രോബ്ലങ്ങളും എല്ലാം ഉന്നയിക്കുന്ന മനസ്സാണ്. അപ്പോൾ ആ മനസ്സിനെ അവർ വിശ്വസിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ദുഃഖങ്ങൾ സത്യമെന്ന് തോന്നുമ്പോഴും അത് മനസ്സിൻ്റെ കള്ളത്തരങ്ങളാണ്. ജീവൻ്റെ തലത്തിൽ ഹയസ്റ്റ് വൈബ്രേഷൻ ഇത്തരത്തിലുള്ള സംശയങ്ങളോ പ്രശ്നങ്ങളോ പ്രോബ്ലങ്ങളോ ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളുടെ എല്ലാ നെഗറ്റിവിറ്റിയുടെ പിന്നിലുള്ള പോസിറ്റീവ് കാഴ്ച ജീവൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ജീവന്റെ തലത്തിൽ, അവയർനെസ്സിന്റെ, ഹാർട്ടിന്റെ തലത്തിൽ എല്ലാത്തിനും പിന്നിലും, എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പ്രോബ്ലങ്ങളും, നമ്മൾ ഈ ഉന്നയിക്കുന്ന എല്ലാ നെഗറ്റിവിറ്റിക്കും പിന്നിലുള്ള ആ ശാന്തി എന്താണ്, സത്യം എന്താണ്, ആ സ്നേഹം എന്താണ്, ഇതെല്ലാം ജീവന്റെ ഒരു കാഴ്ചയിൽ നമുക്കറിയാൻ പറ്റുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു ആധ്യാത്മിക പരമ്പരയിൽ പോകുമ്പോൾ മനസ്സിൻ്റെ തലത്തിൽ നിന്ന്, മനസ്സിൻ്റെ ഈ സംശയങ്ങളിൽ നിന്നെല്ലാം നമ്മൾ, അതാണ് ഞാൻ കുറച്ച് മനഃശാസ്ത്രം കൂടെ അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞത്. മനസ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. മനസ്സിൻ്റെ തലത്തിലുള്ള ഈ സംശയങ്ങളെയും പ്രശ്നങ്ങളെയും എല്ലാം അവഗണിച്ചുകൊണ്ട് ഒരു അവയർനെസ്സിലേക്ക് ഉണർന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള, വളരെ നിസ്വാർത്ഥമായിട്ടുള്ള, വളരെ നമ്മൾ എന്നുള്ള രീതിയിൽ, ഞാൻ എന്നുള്ള രീതിയിലല്ല, നമ്മൾ എന്നുള്ള രീതിയിൽ വളരെ നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെ ഒരു വൈബ്രേഷനിലേക്ക് വന്ന് പ്രവർത്തിക്കാനും ജീവിക്കാനും പൂർത്തീകരിക്കാനും ഒക്കെ ഉള്ളൊരു അറിവിലേക്ക് വളരണമെന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ ഇതൊന്നും അറിയാതെ ഞാൻ ഒന്നുമല്ല എന്നുള്ളതല്ല. ഇപ്പം ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒന്നും അറിയാതെ ചുമ്മാ തട്ടിവിടുകയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഒന്നും അറിയാതെ എന്ന് ഞാൻ പറയാൻ, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ നമ്മളിലേക്ക് ആ ഒരു മെഡിറ്റേഷൻ്റെ സാന്നിധ്യത്തിൽ വരുമ്പോൾ ഇത് സംഭവിക്കുന്നു എന്ന് പറയാനുള്ള കാരണം, ഈ പ്രകൃതിയുടെ, ഈ ജീവന്റെ ഒരു ഒരു പ്രോസസ്സിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞത്. അതായത് ഞാനെന്ന ഭാവത്തിൽ നമ്മളിൽ മെമ്മറിയായിട്ടും ബുദ്ധിപരമായിട്ടും നേടിയ അറിവിനേക്കാൾ ഉപരി നമ്മുടെ അവയർനെസ്സിൻ്റെ സ്ഥലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു അറിവ്, ഈ ഒരു കഴിവ് എന്നെല്ലാം നമ്മൾ പറയുന്നതെല്ലാം പ്രകൃതിയുടെ ഒരു ഇൻ്റലിജൻസിൽ അങ്ങനെ ഒരു സങ്കല്പം ഉള്ളത് കൊണ്ടാണ് സാധിക്കുന്നത്. ഇപ്പോൾ സൂര്യൻ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ല പ്രകാശിക്കുന്നത്. അല്ലെങ്കിൽ ഈ പ്രകൃതിയിലുള്ള ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലും അഹന്ത ഇല്ല എന്നുള്ളതാണ്. അതെല്ലാം ഇങ്ങനെ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലാണ്. ഇപ്പോൾ ഹിമാലയം പർവ്വതത്തിന് ആര് സൃഷ്ടിച്ചെന്ന് ആരും ഇവിടെ ക്ലെയിം ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ ഒരു പടം വരച്ചു കഴിഞ്ഞാൽ നമ്മളാണ് സൃഷ്ടിച്ചതെന്ന് ക്ലെയിം ചെയ്യുക. അതാണ് നമ്മുടെ അഹന്ത. അപ്പോൾ ഹയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ ഞാനെന്ന ഭാവമേ ഇല്ല. അപ്പോൾ ഇതെല്ലാം ഒരു പ്രോസസ്സ്, ക്രിയ നടക്കുന്നു. അതായത് സൃഷ്ടി, കർമ്മം, ആ ഒരു എന്തെല്ലാം ഇവിടെ നടക്കുന്നു, ലൈഫായിട്ട് നടക്കുന്നു, അതെല്ലാം ഒരു കർമ്മം, എല്ലാം ക്രിയയാണ്. നാമം അവിടെ ഇല്ല എന്നുള്ളതാണ്. ഹയസ്റ്റ് സ്റ്റേറ്റുകളിൽ നാമ സ്വഭാവത്തിൽ ഞാനാണ് എന്ന് പറയാനായിട്ട് ആരുമില്ല, അല്ലെങ്കിൽ ഞാനായിട്ട് ഒരേ ഒരു സത്യം മാത്രമേ ഉള്ളൂ. അപ്പം ബാക്കിയെല്ലാം ക്രിയയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ഈ ഒരു ക്രിയാ സ്വഭാവത്തിൽ ഈ അറിവ് നേടാനും ഈ പരിണമിക്കാനും മുക്തിപ്പെടാനും അണുവായിട്ട് വരാനും എല്ലാം ഈ ക്രിയാ സ്വഭാവത്തിൽ ഈ ഒരു സങ്കല്പം ഉള്ളത് കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. അല്ലാതെ ഇത് എൻ്റെ കഴിവെന്നുള്ളതല്ല. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഗുരുമാർഗത്തിൽ വരാനും ഗുരുവിൻ്റെ കാരുണ്യം കൊണ്ട് ഇങ്ങനെ ഒരു തെളിച്ചം വരാനും ഈ ഒരു ലൈറ്റ്, ഈ ഒരു അവയർനെസ്സിൻ്റെ സാന്നിധ്യത്തിൽ ഓരോ കാര്യത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാകാനും എല്ലാമുള്ള സങ്കല്പം ഈ പ്രകൃതിയിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ആ സങ്കല്പം അവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്കതെല്ലാം സാധിക്കുന്നത്. അതൊരു കഴിവല്ല, അതൊരു അവയർനെസ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഈ അജ്ഞാനം കൊണ്ട് എനിക്ക് ഈ കാര്യങ്ങൾ, അല്പജ്ഞാനത്തിൽ ഇതെല്ലാം അഹങ്കാരമായിട്ട് തോന്നും. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ ഡോക്ടർ, വളരെ ജ്ഞാനിയായിട്ടുള്ള ഒരു ഡോക്ടറിനറിയാം ഇതൊന്നും തൻ്റെ കയ്യിലല്ല, ഇതെല്ലാം പ്രകൃതിയുടെ ഒരു പ്രോസസ്സാണ്. പല കാര്യങ്ങളും അവർ തന്നെ പറയും. വളരെ ഉയർന്ന ഡോക്ടർ പറയും ഇനി എനിക്ക് ചെയ്യാനുള്ള എല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനി ആ ഹയസ്റ്റ് ഇൻ്റലിജൻസിൽ എന്താണോ സംഭവിക്കുന്നത് സംഭവിക്കട്ടെ. പക്ഷേ വളരെ അറിവില്ലാത്തവർ വിചാരിക്കും ഇതെല്ലാം നമ്മുടെ അറിവാണ്. അപ്പോൾ ശാസ്ത്രജ്ഞന്മാരായാലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരായാലും ഈ അല്പജ്ഞാനികളാണ് എപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഈ അറിവിൽ അഹങ്കരിക്കുന്നത്. പക്ഷേ ജ്ഞാന സ്വഭാവത്തിൽ വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു പ്രോസസ്സിനെ കുറിച്ച് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ അഹന്ത എല്ലാം അവിടെ തീരുകയാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കുകയാണ് ഇതൊരു പ്രോസസ്സാണ്. ഇത് ഈ കാണാനും അറിയാനും ജീവിക്കാനും എല്ലാം ഒരു പ്രോസസ്സ് ഈ ലൈഫിൽ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മളതൊരു കാരുണ്യ സ്വഭാവത്തിൽ വളരെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി, വളരെ നന്ദിയോടുകൂടി, വളരെ സ്നേഹത്തോടുകൂടി കാണുകയാണ്, ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമുക്കത് അഹങ്കരിക്കാൻ ഒന്നുമില്ല എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലാതെ ഒന്നും അറിയാതെ സംസാരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. അങ്ങനെ അറിയാതെ സംസാരിക്കുന്നതും സത്യം പറഞ്ഞാൽ അതൊരു അഹന്തയായി മാറും. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആരോപണങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളും സംശയങ്ങളും ഇതെല്ലാം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കി എല്ലാവർക്കും ആ സത്യത്തിൻ്റെ വഴിയിലേക്ക് തിരിച്ചു വരാവുന്നതാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ എൻ്റെ ഭാവനയിൽ
ഈ തിരിച്ചു വരുന്നതിന് ഗുരുശിഷ്യ ബന്ധത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ പരമാത്മാവും ജീവാത്മാവും, ഞാൻ നേരത്തെ ജീവാത്മാവിൻ്റെ ഒരു ഗാനമാണ് ഏതോ ജന്മകൽപ്പനയിൽ എന്ന് പറഞ്ഞ് ചൊല്ലിയത്. ഇനിയിപ്പോൾ പരമാത്മാവിൻ്റെ ഒരു പാട്ട് ഈ പോയവർക്കും അല്ലെങ്കിൽ ഈ തെറ്റിപ്പോയവർക്കും ഇത് മനസ്സിലാക്കാത്തവർക്കും ഉള്ള ഒരു പരമാത്മാവിൻ്റെ ഗാനം കൂടെ പാടട്ടെ ആശ. അതും കൂടെ പാടി നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു ഭാവനയിൽ പരമാത്മാവിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഭാഗത്ത് നിന്ന് ഈ നമ്മളോട് പാടാനുള്ള ഇത്രയേ ഉള്ളൂ. എൻ്റെ ഓർമ്മയിൽ പൂത്തു നിന്നൊരു മഞ്ഞ മന്ദാരമേ, എന്നിൽ നിന്നും പറന്നു പോയൊരു ജീവചൈതന്യമേ, ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നു പോയൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. അപ്പോൾ ഇതൊരു ഭാവനയിൽ നമുക്ക് വന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഗുരുവിൻ്റെ സ്നേഹം അല്ലെങ്കിൽ ഈ ദൈവികമായ ആ സ്നേഹം അത് ഒരു നിമിഷത്തേക്കെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവനിൽ നിന്ന് അത് ഒരിക്കലും വിട്ടുമാറില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ വഴിയിലേക്ക് സഞ്ചരിക്കാനായിട്ട് എല്ലാവർക്കും ഗുരുകാരുണ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സദ്ഗുരുവേശനം.